സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മല്ലപ്പള്ളി വെണ്ണിക്കുളം എന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, പഞ്ചറൊട്ടിക്കുന്ന കട. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പഞ്ചറൊട്ടിക്കുന്ന കടയാണ്. അവിടെ ചെന്നപ്പോൾ അവൻ കുറേ മെഷീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നുമില്ലായ്മയും തുടങ്ങിയതാണ്. ഇപ്പം എല്ലാം ഉണ്ട്, മെഷീനെല്ലാം ഒന്ന് കാണാം. ആ മെഷീനുകൾ ഉപയോഗിച്ച് ഒരു പുതിയ ടയർ അല്ല എന്തോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഓ, ഇങ്ങനെ ഓടുന്ന മെഷീനാണല്ലേ? ആ, ശരി. നേരത്തെ കൈ കൊണ്ട് ഊരുമല്ലായിരുന്നു അതെ അല്ലേ? ഇതിപ്പോൾ ഏത് വലിപ്പമുള്ള ടയറും ഊരാം? അല്ല, അങ്ങനെ ബസ്സിന് ഊരാൻ പറ്റും. ഇല്ല, റിങ്ങുള്ള ടൈപ്പ് പറ്റത്തില്ല. റിങ്ങോ? ആ, മറ്റേ ഒരു റിങ് പോലെ ഉണ്ട്, അത് പറ്റത്തില്ല അല്ലേ? ഇങ്ങനെ കുത്തി ഇളക്കുന്ന സാധനമാണ്. ഇന്നലെ കഴിഞ്ഞ എങ്ങനെ പറഞ്ഞാലും നമ്മളെ അവിടെ വെച്ചുള്ളത് എൻ്റെ പെൻസിൽ മുഴുവനും അവിടുത്തെ അല്ല, ഇതാ പണി ചെയ്യണമെന്നുള്ള. ആ ടയർ പോയതാണോ? അല്ല, നല്ല ട്യൂബ്. ആ, ഇപ്പം അതിന് മറ്റേ ടയറിനകത്ത് പോയി ട്യൂബ് ഉണ്ടല്ലോ. അത് ഞാനവിടെ ചെയ്യുമ്പോഴേ എനിക്ക് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. ഓ, രണ്ടാമത്തേതും അതിങ്ങനെ തന്നെ കൂടുന്നു അല്ലേ? അതിന് ഇടുന്ന ലിവർ ഇടുന്നതിന് രണ്ട് വ്യത്യാസമുണ്ട്. താഴെ ഇടുന്ന ലിവറും മേളിൽ ഇടുന്നതിന് വ്യത്യാസമുണ്ട്. ആ, ശരി. ഞാൻ പിടിക്കാം കറങ്ങുന്ന നോക്കെ അടുപ്പിക്കുന്നത്. ആ, ഓഹോ ഹോ 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 ഹോ, ആ ശരി. ഓ, അങ്ങനെ വെച്ചാൽ അടിക്കുന്ന നമ്മൾ ഈ അടിച്ച് ലൂസ് ആക്കത്തില്ലേ, അതിന് പകരം ഇതിൽ അവിടെ ഈ സാധനം വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിക്കും. ടയർ നേരെ വെക്കണം അല്ലേ? എഡ്ജ് വെച്ച് നമുക്ക്. ഓഹോ, അതിനുള്ള സമയം കറണ്ട്. ഇതെല്ലാം അങ്ങനെ മൂവ് ചെയ്യുന്നല്ലേ എയർ? ഈ കറങ്ങുന്ന മാത്രം മോട്ടർ. ആ, ഉണ്ട്. മറ്റേതെല്ലാം എയറാ. അന്നേരം വേണം, അതിനകത്ത് എയർ വേണം. അതിനകത്ത് എയർ ഇടുന്ന കാണണ്ടേ? ഓ, ഇത്തിരി ആരോഗ്യം വേണ്ട പണിയാ അല്ലേ? ഇത് കണ്ടോണേ, ഈ സാധനം പുതിയ ടയർ വീഴുമ്പോൾ ഇത് മുകളിൽ വേണം, ഇത് അടിയിലും പോകണം. ഇതിനടി കയറണം ഒരു എഡ്ജ്. ആ, അത് ശരി. ഓഹോ ഹോ ഹോ, ഊരുന്ന പോലെ അല്ല ഇടുന്നത്. ആ, ഈ കാലല്ല ഇതിന്റെ പരിപാടി. ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ. ആക്സിലേറ്റർ ഇതാണെങ്കിൽ ഇങ്ങോട്ടും ഇതിന് ഇത് അകലുന്ന സാധനം. അകത്ത സാധനം. ഇതാണെങ്കിൽ നമ്മൾ അടിച്ച് ഉരുത്തില്ലേ, ലിവർ സാധനം അങ്ങോട്ട് അപ്പുക. നമുക്ക് ടൈപ്പ് നമുക്ക് ഇത് നോക്കാൻ കാര്യമില്ല, രണ്ടാം കാലം നോക്കോളൂ. ശരി. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാ അല്ലേ? അന്നത്തെ വീടൊക്കെ മാറിയായിരുന്നു കേട്ടോ. അത് ഞാൻ വന്നപ്പോ അത് കഴിഞ്ഞ് മാറ്റിയോ? ജസ്റ്റ് നമുക്ക് വീട്ടിൽ പറ്റില്ല. ആ, ഫസ്റ്റ് നാളെ ഉണ്ടോ കട? വെള്ളിയാഴ്ച ഇല്ല. ദൂരമില്ല, 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഞാൻ പോയിട്ടുണ്ടോ അവിടെ? നമ്മൾ അപ്പനൊക്കെ എത്ര പ്രാവശ്യം കടല നോമായി വിട്ടിട്ട് വീണ്ടും കറക്കും അല്ലേ? ഓ, ആ, തിരിച്ചു കയറ്റി വിടും. അതിന് വേറെ ടൂള് അത് തന്നെയാ? ആ, സാധനം ഇത് തന്നെ. ലിവറല്ല ഒന്ന് തന്നെ. ഈ കയ്യിലിരിക്കുന്ന സാധനം അന്ന് തന്നെ.
ഇതിന്റെ അടുപ്പ് അതിന് മുകളിൽ കൂടെ ആ നമുക്ക് അതാ ആ ഇതിന്റെ ആ ഓ ഇത് ഓയിലിടുന്ന തെന്നി സ്ലിപ്പായിട്ടെ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ അപ്പം അത് കംപ്രസർ അല്ലേ? ആ കംപ്രസർ എയർ അടിക്കുക. ഇത് നൈട്രജൻ. ആ ആ നിറഞ്ഞ് വരുന്നുണ്ട്. ആ ലോക്കായി. ഞാനങ്ങ് വരാം. ഓ ദിവസമായി. ഓ ഇതിനടിയിൽ അതിൻ്റെ പരിപാടി അല്ലേ? ആ അത് ശരി. ഓ ഹൈഡ്രോളിക് പരിപാടി. ഹൈഡ്രോളിക് അല്ലേ? കാറിൻ്റെ സാധനം. ആ കറങ്ങുന്നത് അകത്തുന്നത് ഇത് അകത്തുന്നത് ആ അതാ മറ്റേത് കറങ്ങുന്നത്. സിമ്പിളല്ലേ സിമ്പിളായിട്ട് കയറ്റി അല്ലേ? അധികം പൊക്ക വെച്ചിട്ടില്ല. അതാ അതൊക്കെ ഒരു കയറ്റിയത്. പൂനായ അടിയും കളിയും പിടിച്ച് വന്നാൽ അല്ലേ? എല്ലാ തരികടകളും അവിടെയാ. പക്ഷെ ഇവിടെ പണിത് ഞാൻ കൈ കൊണ്ട് അടിക്കും വെച്ചാ മുറുകുള്ളൂ. ഇതിന് 17,000 രൂപയായി ഈ ഒരു മെഷീനോ? ഇതിന് ഗണ്ടിന് മാത്രം 17,000. ഒന്ന് അല്ലേ നമ്മുടെ മനസ്സിന് തൃപ്തിയാകാൻ. ഞാൻ അത് കുറച്ച് മുറുക്കത്തുള്ളൂ കൈ കൊണ്ടേ. ആ അതുപോലെ ഊരാൻ പാടാ അല്ലേ? ആ നമ്മളിവിടെ പറ്റിപ്പോയാ. ആ കറക്റ്റാ. ഒത്തിരിയായി പോയാൽ ഇതിപ്പം സുഖമായിട്ട് മുറുക്കാൻ പറ്റുന്നല്ലേ? പക്ഷെ കൈ കൊണ്ട് മുറുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി, ഒരു വിശ്വാസം. സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് വരെ ഗുഡ് ബൈ.